everyone. Welcome back. Today we are moving to the last section of the fourth unit, India towards New Era. Partition of Bengal. The seat of the British government in India was Bengal. People of Bengal had been living like brothers, and they had been carrying out various activities against the policies of British government. അപ്പോൾ ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ബംഗാളായിരുന്നു അവരുടെ പ്രധാന ഭരണ കേന്ദ്രം. ഇവിടെ പീപ്പിൾ ഓഫ് ബംഗാൾ ഹാഡ് ബീൻ ലിവിങ് ലൈക്ക് ബ്രദേഴ്സ്. ബംഗാളിലെ ജനങ്ങൾ വിവിധ ജനവിഭാഗത്തിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാർ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ആൻഡ് ദേ ഹാഡ് ബീൻ ക്യാരിങ് ഔട്ട് വേരിയസ് ആക്ടിവിറ്റീസ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് ധാരാളം പ്രവർത്തനങ്ങളും അവർ നടത്തിപ്പോന്നു. In 1904, the Secretary of Home Affairs, Risley, observed, Bengal united is power. Bengal divided will pull several different ways. One of our main objective is to split up and thereby weaken a solid body of opponents to our rule. The British officials treated Bengal as a growing power against the British rule. അപ്പോൾ ആ സമയത്ത് അന്നത്തെ 1904 അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഹോം അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്ന റിസ്ലെ, ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിനെ പറ്റി ഇപ്രകാരം നിരീക്ഷിക്കുകയുണ്ടായി. ബംഗാൾ യുണൈറ്റഡ് ഈസ് പവർ. ബംഗാൾ ഒന്നിച്ചു നിന്നാൽ, അവിടുത്തെ ജനത ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ ശക്തിയാണ്. എന്നാൽ ബംഗാളിനെ വിഭജിച്ചാൽ, if it is divided, it will pull several different ways and one of our main objective to split up. അപ്പോൾ അവരെ ബംഗാളിനെ വിഭജിച്ചാൽ, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശക്തി കുറയും. ഇങ്ങനെ നമ്മുടെ ഭരണത്തെ, ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോവുകയും ചെയ്യും എന്ന് അദ്ദേഹം റിസ്ലെ നിരീക്ഷിക്കുകയുണ്ടായി. ആൻഡ് ദ ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ട്രീറ്റഡ് ബംഗാൾ ആസ് എ ഗ്രോയിങ് പവർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ഉയർന്നു വരുന്ന ഒരു വൻ ശക്തിയായിട്ടാണ് ബംഗാളിനെ ബ്രിട്ടീഷ് അധികാരികൾ കണ്ടതും. ഈ സാഹചര്യത്തിൽ ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ വൈസ്രോയ് ലോർഡ് കഴ്സൺ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. അന്നത്തെ കഴ്സൺ പ്രഭു, വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ലോർഡ് കഴ്സൺ ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. ഇൻ 1905 Bengal was divided in 1905 by the Viceroy Lord Curzon. And what are the factors that led to the British to divide Bengal? They observed that the people of Bengal had been living like brothers and they had been carrying out various activities against the policies of British government. And the Secretary of Home Affairs, Risley, observed that if Bengal united, it is a very big power, and if it is divided, will pull several different ways. And they treated Bengal as a growing power against the British rule. So they decided to divide Bengal. And they think that it will reduce the strength of Bengal if it is divided into two. And national dailies, poets, social leaders strongly opposed the partition. ദേശീയ പത്രങ്ങൾ, മഹാകവി, അവിടുത്തെ കവികൾ, സാമൂഹ്യ പ്രവർത്തകർ ഇവരെല്ലാം തന്നെ ബംഗാൾ വിഭജനത്തെ എതിർക്കുകയുണ്ടായി. The great poet Rabindranath Tagore made his stand on the partition explicit. He stated, the East and West Bengal are the two chambers of same heart, which is made fertile by Ganga and Brahmaputra. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായി ഒരു ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ നിലപാട്, he stated that the East and West Bengal, പശ്ചിമ ബംഗാൾ അതുപോലെ വെസ്റ്റ് ബംഗാൾ, പൂർവ്വ ബംഗാളും ഒരു they are the two chambers of same heart. ഒരു ഹൃദയത്തിൻ്റെ തന്നെ രണ്ട് അറകളാണ്. ആൻഡ് which is made fertile by the Ganga and Brahmaputra. ഇവ രണ്ടും, ഈ രണ്ടറകളും ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടി മാക്കുന്നതുമാണ് ഈ രണ്ടറകൾ. And it is the warm blood originating from these vessels that flows through the arteries of Bengalis. ഈ അറകളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ചുടു രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് ഇപ്രകാരമാണ് അദ്ദേഹം അറിയിച്ചത്. Bengal burns. The agitations against the partition stirred Bengal. ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് സമരങ്ങൾ ബംഗാളിനെ ഇളക്കി മറിച്ചു.
How did the people of Bengal protest against the partition? Write down the question. How did the people of Bengal protest against the partition? ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ പാർട്ടീഷൻ വിഭജനത്തിനെതിരായിട്ട് ബംഗാൾ ജനത പ്രതികരിച്ചത്? They organized protest meetings, picketed shops that sold foreign goods. അവർ ഒരുപാട് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. They conducted protest meetings and picketed shops that sold foreign goods. വിദേശ വസ്തുക്കൾ, ഫോറിൻ ഗുഡ്സ് ഒക്കെ വിൽക്കുന്ന കടകൾ അവർ പിക്കറ്റ് ചെയ്തു, ഉപരോധിച്ചു. ദെൻ ബേൺ ഫോറിൻ ക്ലോത്ത്സ്, വിദേശ നിർമ്മിത വസ്ത്രങ്ങൾ അവർ തീയിട്ടു. പ്രൊമോട്ടഡ് ദ യൂസ് ഓഫ് ഇന്ത്യൻ പ്രോഡക്ട്സ്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് അവർ പ്രേരിപ്പിച്ചു. ഓർഗനൈസ്ഡ് മാർച്ചേഴ്സ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ബാൻ ഓൺ ഷുഗർ, പഞ്ചസാരയ്ക്ക് ഉള്ള വിലക്ക്. ബോയ്ക്കോട്ട് foreign goods and use Swadeshi products was the main slogan of agitations against the partition of Bengal. ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന സ്ലോഗൻ, മുദ്രാവാക്യമായിരുന്നു ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, അതായത് സ്വദേശി ഉൽപ്പന്നങ്ങൾ, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ബോയ്ക്കോട്ട് മീൻസ് ബഹിഷ്കരിക്കുക. ആൻഡ് യൂസ് സ്വദേശി പ്രോഡക്ട്സ്, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നതായിരുന്നു ബംഗാൾ വിഭജനത്തിൻ്റെ വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം. ആൻഡ് ദ പീപ്പിൾ വെർ എക്സോർട്ടഡ് ടു ബോയ്ക്കോട്ട് ഈവൻ വെഡിങ് ടീ പാർട്ടീസ് വെയർ ഫോറിൻ മെയ്ഡ് ഷുഗർ വാസ് യൂസ്ഡ്. അതുപോലെ തന്നെ ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ, വെഡ്ഡിങ്സ്, വിവാഹങ്ങളിൽ ഈവൻ ദ വെഡിങ് ടീ പാർട്ടീസ്, വിവാഹ ചായ സൽക്കാരങ്ങളിൽ അവിടെ വിദേശ നിർമ്മിതമായ പഞ്ചസാരയിട്ട് നടക്കുന്ന വിവാഹ സൽക്കാരങ്ങൾ പോലും ബഹിഷ്കരിക്കാനായിട്ട് ആഹ്വാനമുണ്ടായി. അതുപോലെ ദ നാഷണലിസ്റ്റ് പ്രൊമോട്ടഡ് ജാഗറി ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ, ദേശീയവാദികൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര, ജാഗറി ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയുണ്ടായി. Considering the intensity of the agitations, the British government was compelled to withdraw the partition. അങ്ങനെ ഇത്തരത്തിൽ സമരത്തിൻ്റെ തീക്ഷ്ണത, ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയ ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു തീരുമാനം, ബംഗാൾ വിഭജനിക്കണമെന്ന ആ ഒരു തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങുകയുണ്ടായി. They withdraw the decision to about partition of Bengal. ബംഗാൾ വിഭജിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്നും അവരങ്ങനെ പിന്മാറുകയുണ്ടായി. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. സ്വരാജ്, സ്വാതന്ത്ര്യം. ഈസ് മൈ ബർത്ത് റൈറ്റ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശം. The period of agitations followed by the partition of Bengal brought a new turn in the national movement and it was known as the period of extreme nationalism. The period of extreme nationalism നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. മോഡേൺ ആൻഡ് എക്സ്ട്രീം നാഷണലിസത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെ ബംഗാൾ വിഭജനത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ, അതിനെ തുടർന്നുണ്ടായ സമരങ്ങളുമായിട്ട് നാഷണൽ മൂവ്മെൻറ്റ് പുതിയൊരു കാലഘട്ടത്തിലേക്ക്, പുതിയൊരു പീരീഡിലേക്ക് കടക്കുകയുണ്ടായി. ദ പീരീഡ് ഓഫ് അജിറ്റേഷൻസ് ഫോളോഡ് ബൈ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാൾ വിഭജനത്തിനെ തുടർന്നുണ്ടായ സമരങ്ങളുടെ തുടർച്ചയായിട്ട് ദേശീയ പ്രസ്ഥാനം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയുണ്ടായി. ആൻഡ് ദിസ് ഫേസ് വാസ് നോൺ ആസ് ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. ഇതിനെയാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദിസ് ഫേസ് വാസ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജപത് റായ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്, എക്സ്ട്രീം നാഷണലിസത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാല ലജപത് റായ്. ആൻഡ് ദേ വർ ജോയിൻ്റ്ലി നോൺ ആസ് ലാൽ ബാൽപൽ. അവരെ ഒന്നിച്ച് ഈ മൂവർ സംഘത്തിനെ പറഞ്ഞിരുന്നത് ദേ വർ കോൾഡ് ആസ് ലാൽ ബാൽപൽ. The activities of these leaders won countrywide attention and inspired the mass. അപ്പോൾ ഈ ലീഡേഴ്സിൻ്റെ, ലാൽ ബാൽപൽ എന്ന ഇവരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ മുഴുവൻ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവർ ജനങ്ങളെ ഒരുപാട് പ്രചോദിപ്പിക്കുകയും ചെയ്തു. ദേ ഇൻസ്പയർഡ് ദ പീപ്പിൾ, ദ മാസ്.
ബാലഗംഗാധര തിലക് വാസ് ദി ചീഫ് സ്പോക്സ്മാൻ ഓഫ് ദ എക്സ്ട്രീം നാഷണലിസം. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. അദ്ദേഹമായിരുന്നു അവരുടെ ചീഫ് സ്പോക്സ്മാൻ അഥവാ മുഖ്യ വക്താവ് ഓഫ് എക്സ്ട്രീം നാഷണലിസം. ആൻഡ് ഹി വാസ് റിവേർഡ് ആസ് ലോകമാന്യ. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ജനങ്ങൾ ആദരവോടെ വിളിച്ചിരുന്നത് ലോകമാന്യ എന്നുമായിരുന്നു. The two newspapers he started were Maratha and Kesari. മറാത്ത അതുപോലെ കേസരി എന്നീ 2 പത്രങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. ആൻഡ് ഹി മെയ്ഡ് ദ ഫേമസ് സ്ലോഗൻ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നത്. So Balagangadhara Tilak was the chief spokesman of the extreme nationalism and he was called as Logamanya. And the two newspapers he was started are Maratha and Kesari. And the famous slogan of Balagangadhara Tilak was Swaraj is my birthright and I must have it. And what do you mean by extreme nationalism? The period of agitations followed by the partition of Bengal brought a new turn in the national movement and is known as period of extreme nationalism. There is a table given to write the names of the leaders of moderate nationalism and extreme nationalism. All India Muslim League. The All India Muslim League was formed by Aga Khan and Nawab Salimullah Khan in Dhaka in 1906 during the movement against the partition of Bengal. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, സർവേന്ത്യ മുസ്ലിം ലീഗ്. 1906 in 1906 ധാക്കയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ആഗാഖാനും നവാബ് സലീമുല്ല ഖാനും ചേർന്നാണ് ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. So when was All India Muslim League formed and who were the leaders? It was formed, All India Muslim League was formed in 1906 in Dhaka and it was formed by Aga Khan and Nawab Salimullah Khan. Surat split. Surat Pilarpa. Split means Pilarpa. The national movement became stronger with the agitations against the partition of Bengal. In this period, there was a growing difference of opinion between the moderates and extremists. It led to the split in the Congress at its All India section at Surat in 1907. 1907 സൂറത്തിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ സെഷനിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ സെക്ഷനിൽ വെച്ചിട്ട് കോൺഗ്രസിൻ്റെ ഇടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇടയിൽ ഒരു പിളർപ്പ് ഉണ്ടായി. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് തുടർച്ചയായിട്ട് ദേശീയ പ്രക്ഷോഭം വളരെ ശക്തിപ്പെട്ട സമയമായിരുന്നു, വളരെ ശക്തിപ്പെട്ട് നിൽക്കുകയായിരുന്നു. ദ നാഷണൽ മൂവ്മെന്റ് ബിക്കം സ്ട്രോങ്ങർ വിത്ത് അജിറ്റേഷൻസ് അഗേൻസ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ മോഡറേറ്റ്സും അതുപോലെ എക്സ്ട്രീമിസ്റ്റും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വർദ്ധിക്കുകയുണ്ടായി. ഇറ്റ് വാസ് എ ഗ്രോയിങ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്സ്. അതിൻ്റെ ഫലമായിട്ട് 1907 സൂറത്തിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ സെഷനിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ സെഷൻ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൊരു പിളർപ്പുണ്ടായി. അത് രണ്ടായിട്ട് പിളർക്കുകയുണ്ടായി. ഇറ്റ് ഈസ് ടെമ്പററി വീക്കൻ ദ ആക്ടിവിറ്റീസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്. അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ഒന്ന് ദുർബലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് സൂറത്ത് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നത്. So what was Surat split and what was the result? It was at the All India session of Congress in Surat in 1907 that the moderates, there was a growing difference of opinion between the moderates and extremists and it led to the split in Congress in this session that held at Surat in 1907. And this incident was known as Surat split. ഈ സംഭവമാണ് സൂറത്ത് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ റിസൾട്ടായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഒരു പിളർപ്പുണ്ടായി. ഈ ഒരു
സംഭവമാണ്. ഇതിനെയാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഹോം റൂൾ മൂവ്മെൻറ്റ്സ്. ഹോം റൂൾ പ്രസ്ഥാനം. The Congress supported Britain in the First World War with the hope that India would be granted autonomy after the war. During this time, the Home Rule movements led by Annie Besant and Balagangadhara Tilak kept the national movement alive. ഇനി എന്താണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്? The Irish lady who attracted to the Indian culture and took Indian citizenship in 1893, she started the Home Rule movement. ഇന്ത്യൻ കൾച്ചറിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ ആകൃഷ്ടയായിട്ട് 1893 ഒരു ഐറിഷ് ലേഡി, ഒരു ഐറിഷ് വനിത ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ ആൻഡ് ഐറിഷ് ലേഡി വാസ് ആനി ബെസന്റ്. ആനി ബെസന്റ് എന്ന് പറയുന്ന ഒരു ഐറിഷ് ലേഡി 1893 ഇന്ത്യൻ കൾച്ചറിൽ വളരെ അട്രാക്റ്റഡ് ആയിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം ആനി ബെസന്റ് സ്റ്റാർട്ടഡ് ഹോം റൂൾ മൂവ്മെന്റ് ഇൻ 1916. ദ കോൺഗ്രസ് സപ്പോർട്ടഡ് ബ്രിട്ടൻ. ഒന്നാം ലോകയുദ്ധത്തിന് യുദ്ധാനന്തരം ഇന്ത്യൻ സ്വയംഭരണം, ഓട്ടോണോമി കൈവരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വയംഭരണം ഇന്ത്യക്ക് ബ്രിട്ടീഷ് വിട്ടു നൽകും എന്ന ഒരു പ്രതീക്ഷയിൽ ഇന്ത്യ ബ്രിട്ടനെ പിന്തുണയ്ക്കുകയുണ്ടായി. എന്നാൽ ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ദേശീയ പ്രസ്ഥാനത്തെ ലൈവാക്കി അല്ലെന്നുണ്ടെങ്കിൽ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും അതുപോലെ ആനി ബെസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. Lucknow Pact, Lucknow Sandhi. The Lucknow session of the Indian National Congress was held in 1916 when the Home Rule movements were active. The moderates and extremists who split in the Surat session decided to give up their difference of opinion and join together. And they also decided to cooperate with the All India Muslim League in the anti-British agitations. അങ്ങനെ ഹോം റൂൾ പ്രസ്ഥാനം സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടക്കുന്നു. ലക്നൌവിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സെഷൻ നടക്കുന്നു. ആൻഡ് സൂറത്ത് സെഷനിൽ വെച്ചിട്ട് പിളർന്നു പോയാൽ എന്നുകൊണ്ട് സ്പ്ലിറ്റായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടുത്തെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം കൊണ്ട് പിളർന്നു പോയ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റ്സ് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് അതിനെയെല്ലാം ദേ ഗേവ് അപ്പ് ദെയർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാതെ അവർ ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട്, അതായത് ഡിസൈഡ് ടു വർക്ക് ടുഗദർ, ഡിസൈഡ് ടു ജോയിൻ ടുഗദർ, അവർ ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അതോട് ദ ഡിസൈഡ് ടു കോപ്പറേറ്റ് വിത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും അങ്ങനെ അവരവിടെ തീരുമാനിക്കുകയുണ്ടായി. ആൻഡ് what is the importance of Lucknow Pact? Importance of Lucknow Pact. In the Lucknow section of the Indian National Congress held in 1916, the moderates and extremists who split in the Surat section decided to give up their difference of opinion and join together. തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് അവർ വീണ്ടും ഒന്നിക്കാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. സൂറത്ത് സെക്ഷനിൽ വെച്ച് സ്പ്ലിറ്റായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും ലക്നൗ സെക്ഷനിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതോടൊപ്പം ദ ഡിസൈഡഡ് ടു കോപ്പറേറ്റ് വിത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആൻഡ് ദിസ് വാസ് കോൾഡ് ലക്നൗ പാക്ട്. ആൻഡ് ഹിയർ ഈസ് an assignment for you. Prepare a seminar paper. This is an assignment. Prepare a seminar paper on the influence of the partition of Bengal on the Indian national movement. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഗതിയെ സ്വാധീനിച്ച ബംഗാൾ വിഭജനം, ബംഗാൾ പാർട്ടീഷൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക.